എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. യഹൂദ മത നേതാക്കളുടെ യേശുവിനോടുള്ള വാദപ്രതിവാദവും പരീക്ഷകളും തീർന്ന ശേഷം കർത്താവ് ജനക്കൂട്ടത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അഭിസംബോധന ചെയ്യുവാൻ തുടങ്ങുന്നതും പരിസയ്യന്മാരുടെയും ശാസ്ത്രിമാരുടെയും കപടതയെ തുറന്നുകാട്ടി അവർ മറ്റുള്ളവരെ കഠിനമായ നിയമങ്ങൾ പാലിക്കാൻ നിർബന്ധിച്ചിട്ടും സ്വയം അതിന് വിധേയരാകുന്നില്ലെന്ന് യേശു കർത്താവ് അവരെ കുറ്റപ്പെടുത്തിയെന്ന് നാം വായിക്കുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും പൊതുവേദിയിൽ പ്രശംസിക്കപ്പെടാൻ ആഗ്രഹിക്കുകയും തങ്ങളെയും തങ്ങളുടെ പദവിയെയും ഉയർത്തിപ്പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. 2-3 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നത്, ശാസ്ത്രിമാരും പരിസയ്യന്മാരും മോശയുടെ പീഠത്തിൽ ഇരിക്കുന്നു, ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ചു ചെയ്വിൻ, അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും, അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ എന്നാണ്. പരീശന്മാരും ശാസ്ത്രിമാരും മോശയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുന്നു എന്ന നിരീക്ഷണത്തോടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഈ യഹൂദ നേതൃത്വം പറയുന്നതെല്ലാം ചെയ്യാനും അനുസരിക്കാനും, എന്നാൽ അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ചെയ്യരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. മോശയുടെ കസേരയിൽ അവർ ഇരിക്കുന്നു എന്ന് യേശു പറഞ്ഞതിനാൽ ദൈവജനത്തിൻ്റെ മേൽ ധാർമ്മികമോ പ്രവചനപരമോ ആയ അധികാരമുണ്ടായിരുന്നു എന്നത് സൂചിപ്പിക്കുന്നു. ശാസ്ത്രിമാരും പരിസയ്യന്മാരും ദൈവത്തെ മറുതലിക്കുമ്പോഴും അവരുടെ അധികാരം മോശയുടെ അധികാരത്തിൻ്റെ ഒരു തുടർച്ചയായി കരുതണമെന്ന് യേശു കർത്താവ് വ്യക്തമാക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. കർത്താവ് അർത്ഥമാക്കുന്നത് യഹൂദ മത അധ്യാപകരുടെ പദവിയെ അംഗീകരിക്കുമ്പോൾ തന്നെ അവരുടെ ആധികാരികമായ ഉപദേശങ്ങൾ പാലിക്കേണ്ടതുണ്ടെങ്കിലും അവരുടെ ദുരാചാരങ്ങൾ പിന്തുടരരുത് എന്നും അവരിലുള്ള കപടഭക്തിയെ വിസ്മരിക്കരുതെന്നുമാണ്. ഇതിലൂടെ ഉൾക്കൊള്ളേണ്ട പാഠം യേശു മത അധ്യാപകരുടെ സ്ഥാനത്തെ നിഷേധിക്കുന്നില്ല, മറിച്ച് അവരുടെ അധ്യാപനങ്ങളിൽ നിന്നുള്ള സത്യങ്ങൾ സ്വീകരിക്കണമെന്നും അവരുടെ ജീവിതത്തിലുള്ള പിഴവുകൾ പിന്തുടരരുത് എന്നുമാണ്. ഇന്നും ക്രിസ്തു വിശ്വാസികൾക്ക് വേദപുസ്തകത്തിൻ്റെ അധ്യാപകർ അനീതി ചെയ്താലും അതിൻ്റെ പേരിൽ വേദപുസ്തക സത്യങ്ങൾ തള്ളിക്കളയാതെ ഉറച്ചു നിൽക്കണമെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 4-ാം വാക്യത്തിൽ അവർ ഘനമുള്ള ചുവടുകളെ കെട്ടി മനുഷ്യരുടെ തോളിൽ വെക്കുന്നു, ഒരു വിരൽ കൊണ്ടുപോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് പരിസയ്യന്മാരും ശാസ്ത്രിമാരും ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ ശ്വാസം മുട്ടിക്കുന്ന മാനുഷിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു എന്നും ജനം കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഒരു തരി പോലും സഹതാപം കാണിക്കാതെ സ്വന്തം ധാർമ്മിക ശ്രേഷ്ഠതയിൽ ആനന്ദിക്കുന്നു എന്നും കർത്താവ് തുറന്നു കാട്ടുന്നു. യഹൂദ നേതൃത്വം മനുഷ്യരുടെ തോളിൽ കെട്ടിവെക്കുന്ന ഭാരമുള്ള ചുമടുകൾ എന്നത് കൊണ്ട് കർത്താവ് അർത്ഥമാക്കുന്നത് മോശയുടെ ന്യായപ്രമാണത്തിലെ പരിച്ഛേദനയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, മറിച്ച് ശാസ്ത്രിമാരും പരീശന്മാരും ഏറ്റവും ശാഠ്യത്തോടെ പഠിപ്പിക്കുകയും വളരെ കർശനമായി പാലിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്ത യഹൂദ മൂപ്പന്മാരുടെ പാരമ്പര്യങ്ങളെയാണ്. ദൈവം കൽപ്പിക്കാത്തതും തിരുവഴുത്തിലില്ലാത്തതും മനുഷ്യനിർമ്മിതമായ എണ്ണമറ്റ പരീശന്മാരുടെ പാരമ്പര്യങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവർ കർശനമായി പാലിക്കണമെന്ന് കൽപ്പിക്കുമ്പോഴും യഹൂദ മത നേതൃത്വം സ്വയം അവയെ അവഗണിച്ച് അഥവാ അവർക്ക് സ്വന്തം കാര്യത്തിനായി ഭാരം കുറഞ്ഞതും എളുപ്പവുമാക്കിയിരിക്കുന്നു. അതായത് മാനുഷിക പാരമ്പര്യങ്ങൾ എന്ന ചുമടുകൾ ഈ കപടഭക്തിക്കാർ തങ്ങൾക്ക് തന്നെ ലഘുവാക്കി മാറ്റുകയും മറ്റുള്ളവർക്ക് അവയെ ഭാരമുള്ളതാക്കുകയും ചെയ്യുന്നു എന്ന് കർത്താവ് അർത്ഥമാക്കുന്നു. 5-ാം വാക്യത്തിൽ അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം മനുഷ്യർ കാണേണ്ടതിനത്രേ ചെയ്യുന്നത്, തങ്ങളുടെ മന്ത്രപ്പട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു എന്ന് കർത്താവ് പറയുന്നു. കപടഭക്തിക്കാരായ യഹൂദ നേതൃത്വം അവരുടെ പ്രാർത്ഥനകളും ദാനധർമ്മങ്ങളും ഉപവാസങ്ങളും ഉൾപ്പെടെ സകല മതപരമായ കാര്യങ്ങളും പരസ്യമായി ചെയ്തിരുന്നത് മറ്റു മനുഷ്യർ അത് കാണുകയും അവരിൽ നിന്ന് കരഘോഷവും മഹത്വവും നേടുന്നതിനായിരുന്നു എന്നും ഈ പ്രകടനങ്ങളിൽ നിന്നും അവർ ദൈവത്തിൻ്റെ മഹത്വമോ
സഹജീവികളുടെ നന്മയോ ആത്മീക നേട്ടമോ സന്തോഷമോ അന്വേഷിച്ചില്ല എന്നും കർത്താവ് അർത്ഥമാക്കുന്നു. മറ്റു മനുഷ്യരുടെ മുമ്പിൽ പ്രശസ്തിയും ബഹുമാനവും നിലനിർത്തുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ആചാരങ്ങളോ ധാർമ്മിക കടമകളോ ഒക്കെ അവർ നിർവഹിച്ചിരുന്നത് എന്ന് കർത്താവ് തുറന്നു കാട്ടുന്നു. കർത്താവ് ഇവിടെ സൂചിപ്പിക്കുന്നത് പോലെ പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ മന്ത്രപ്പെട്ട വീതിയാക്കി തൊങ്ങൽ വലുതാക്കുന്നു എന്നതിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. യഹൂദർ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ ധരിക്കുന്ന തിരുവെഴുത്തുകളുടെ ഭാഗങ്ങൾ അടങ്ങിയ ചെറുതും ചതുരാകൃതിയിലുള്ളതുമായ തുകൽ പെട്ടികളാണ് മന്ത്രപ്പട്ടകൾ. ഇത് ടെഫിലിൻ എന്നും ഹിലാക്ടറികൾ എന്നും അറിയപ്പെടുന്നു. യഹൂദ പുരുഷന്മാർ പ്രഭാത പ്രാർത്ഥനയിൽ ഒരു മന്ത്രപ്പട്ട ഇടത് കൈയിലും മറ്റൊന്ന് നെറ്റിയിലും കെട്ടുന്നു. ഓരോ മന്ത്രപ്പട്ടയ്ക്കുള്ളിലും പഴയ നിയമത്തിൽ നിന്നുള്ള 4 വേദഭാഗങ്ങൾ ഉണ്ടായിരിക്കും. പുറപ്പാട് 13 അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ, ആവർത്തന പുസ്തകം 6 അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, 11 അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ എന്നീ തിരുവെഴുത്തിലെ വാക്യങ്ങൾ ഒരു ശുദ്ധിയുള്ള മൃഗത്തിന്റെ തൊലിയിൽ കറുത്ത മഷിയിൽ എഴുതി ഇത് ഇടത് കൈയിലും കണ്ണുകൾക്കിടയിൽ ആകത്തക്ക വിധം നെറ്റിയിൽ കെട്ടിയിരുന്നു. യഹൂദർ ഇങ്ങനെ മന്ത്രപ്പെട്ട ധരിക്കുന്ന പാരമ്പര്യം ആവർത്തന പുസ്തകത്തിലെ ചില കൽപ്പനകളെ അടിസ്ഥാനമാക്കിയാണ്. ദൈവത്തെ സ്നേഹിക്കാനും അവന്റെ കൽപ്പനകൾ പാലിക്കാനും ഇസ്രയേലിനോട് പറഞ്ഞുകൊണ്ട് ഈ കൽപ്പനകൾ ഒരടയാളമായി നിന്റെ കൈമേൽ കെട്ടണം, അവ നിന്റെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണമെന്ന ആവർത്തനം 6:8 വാക്യത്തിൽ ദൈവം കൽപ്പിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ എൻ്റെ ഈ വചനങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും സംഗ്രഹിച്ച് നിങ്ങളുടെ കൈമേൽ അടയാളമായി കെട്ടണം, അവ നിങ്ങളുടെ കണ്ണുകൾക്ക് മധ്യേ പട്ടമായിരിക്കണമെന്ന ആവർത്തനം 11:18 വാക്യത്തിലും കൽപ്പിച്ചിരിക്കുന്നു. ഈ വേദഭാഗങ്ങളുടെ അർത്ഥം ഈജിപ്തിൽ നിന്ന് അവരെ വിടുവിച്ചതിലൂടെ ദൈവം കാണിച്ച നന്മയും നിയമത്തിലെ വചനങ്ങളും ഇസ്രയേൽ ജനത്തിന്റെ മനസ്സിലും ഓർമ്മകളിലും അവരുടെ കൈകളിൽ അടയാളങ്ങളും കണ്ണുകൾക്കിടയിൽ നെറ്റിപ്പട്ടങ്ങളും എന്ന പോലെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്നാണ്. അതായത് ദൈവം കൽപ്പിക്കുന്നത് മനുഷ്യർ കൈകൊണ്ട് ചെയ്യുന്നതും ബുദ്ധിയിൽ ചിന്തിക്കുന്നതും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നാണ്. എന്നാൽ യഹൂദ മത നേതൃത്വം ഈ കൽപ്പനകൾ അക്ഷരാർത്ഥത്തിൽ ചെയ്യാനുള്ളതാണ് എന്ന് വ്യാഖ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ യഹൂദർ കൈകളിലും തലയിലും തിരുവെഴുത്തുകൾ അടങ്ങുന്ന മന്ത്രപ്പട്ടകൾ കെട്ടുന്ന രീതി ആരംഭിക്കുകയും ചെയ്തു. യേശുവിന്റെ കാലത്തെ യഹൂദ മത നേതാക്കൾ ന്യായപ്രമാണത്തിലെ ദൈവത്തിന്റെ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് വലിയ മന്ത്രപ്പട്ട ധരിക്കുന്ന ആളിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിക്കുക എന്ന ഏക ഉദ്ദേശത്തോടെ മന്ത്രപ്പട്ട വലുതാക്കി എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. മന്ത്രപ്പട്ട വലുതാക്കുമ്പോൾ കൂടുതൽ ഭക്തി ഉള്ളവനായി ജനങ്ങൾക്ക് മുൻപിൽ കരുതപ്പെടുന്നു. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം 15 അധ്യായം 38 മുതൽ 39 വരെയുള്ള വാക്യങ്ങളും ആവർത്തന പുസ്തകം 22 അധ്യായം 12 വാക്യവും അനുസരിച്ച് ഒരു യഹൂദന്റെ വസ്ത്രത്തിന്റെ 4 മൂലകളിലും നീല ചരട് ഘടിപ്പിച്ചിരുന്ന തൂങ്ങിക്കിടക്കുന്ന നൂലുകളാണ് തൊങ്ങലുകൾ. തലമുറയായി വസ്ത്രത്തിന്റെ കോണുകളിൽ തൊങ്ങലുകൾ ഉണ്ടാക്കാനും ഓരോ കോണിന്റെയും തൊങ്ങലിൽ നീല ചരട് കെട്ടാനും കർത്താവിന്റെ എല്ലാ കൽപ്പനകളും അതിൽ നോക്കി ഓർമ്മിപ്പിക്കുന്നതിനും അവ അനുഷ്ഠിക്കുന്നതിനും സംഖ്യാപുസ്തകത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് പോലെ ധരിക്കുന്നതിനെ യേശു അപലപിക്കുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അമിത പ്രദർശനത്തിന് എല്ലാവരും ശ്രദ്ധിക്കേണ്ട വിധത്തിൽ വലുതും നീളവും വീതിയുമുള്ള തൊങ്ങലുകൾ ധരിക്കുന്നവരുടെ ഉദ്ദേശം പ്രധാനമായും ദൈവത്തെ ബഹുമാനിക്കുക എന്നതല്ല, തങ്ങൾ അതീവ ഭക്തിയും വിശുദ്ധിയുമുള്ള നല്ലവരായ യഹൂദ മതവിശ്വാസികളാണ് എന്ന് മനുഷ്യരിൽ നിന്ന് അംഗീകാരം നേടുക എന്നതായിരുന്നു എന്നാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. ഈ മതപരമായ വസ്തുതകളുടെ ശരിയായ ഉദ്ദേശം ദൈവത്തിന്റെ കാരുണ്യത്തിന്റെയും അനുസരിക്കേണ്ട നിയമത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണെന്ന സത്യം ഇതൊക്കെ ധരിക്കുന്നവർ മറന്നുപോയി എന്നാണ് കർത്താവ് അർത്ഥമാക്കുന്നത്. സ്വന്തം വ്യാഖ്യാനങ്ങൾക്കനുസരിച്ച് യഹൂദർ മതപരമായ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ അവർ അങ്ങനെ ചെയ്യുന്നത് ദൈവത്തോടുള്ള ഭക്തി നിമിത്തമല്ല, മറ്റുള്ളവർ കാണുന്നതിനും പ്രശംസിക്കുന്നതിനും വേണ്ടിയായിരുന്നു. നല്ലവരും മതഭക്തരുമാണെന്ന് ജനങ്ങളുടെ അംഗീകാരവും അഭിനന്ദനവും ആഗ്രഹിക്കുന്ന
കപടഭക്തിക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തത് ദൈവവചനത്തെ ബഹുമാനിക്കുവാനുള്ള കൽപ്പന തന്നെ വചനത്തെ അപമാനിക്കാൻ കാരണമായി എന്ന വിരോധാഭാസമാണ് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നത്.